ആ വന്നോട്ടാ. പോലീസുകാരെ കുറച്ച് പാടുപെടും അറസ്റ്റ് ചെയ്യാൻ. പെട്ടെന്ന് കിട്ടും. ഒന്നും കിട്ടൂല. തെളിവുണ്ട് എന്നാണ് പറയുന്നു. ആരേല്? ഞാൻ. നിന്റെ കൈ തെളിവുണ്ടോ? ആരെയും വിമരിച്ചതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ട്. ഉണ്ടാ? ഞാൻ പറയാം. പറഞ്ഞോ. അതായത് ഈ സംഭവം നടക്കുന്ന ദിവസം രാത്രി ഒരു 8-8:30 മണി. 8-8:30 മണിക്ക് ഇവ അത്താഴം കഴിച്ചോണ്ടിരിക്കുക. ഞങ്ങളോ ബിഹാരിജാതൻ ആണല്ലോ മരിച്ചത്. ബിഹാരിജാതനല്ലേ? അത്താഴം കഴിച്ചോണ്ടിരുന്ന സമയത്ത് ഭാര്യ സന്തോഷത്തോടെ വിളമ്പി കൊടുത്തോണ്ടിരിക്കണുണ്ട്. അപ്പോ അവളുടെ 2 കാമുകന്മാര് ഉണ്ടല്ലോ. ഇപ്പൊ 4-5 ഉള്ളല്ലേ, കുറവാ. ഈ 2 കാമുകന്മാരില് ഒരാള് വന്ന് കഴുത്തരം പിടിച്ച്, ഒരാള് വന്ന് ഇങ്ങനെ പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്ന്. അത് അവസാനത്തെ അത്താഴമായിരുന്നു. അവസാനത്തെ അത്താഴം കൊന്നിട്ട് അത് തീർന്നില്ല. പിന്നെ കൊന്നോ? കത്തി കൊണ്ട് അറുത്ത് ഇറച്ചിയാക്കി കവറിലാക്കി. പോത്തല്ലടാ, കഴുത്. യാരീന്റെ ഇറച്ചി. എന്നിട്ടോ കവറിലാക്കിയിട്ട് എല്ലാം കൂടി ഫ്രിഡ്ജിനകത്താക്കി. വിരിഞ്ഞ കുടിച്ചോ? കാവുകമാര് വീടുണ്ടല്ലോ, അവർക്ക് ഫ്രിഡ്ജുണ്ടല്ലോ. ഇത് പ്രശ്നം പ്രശ്നം രൂക്ഷമാവുന്നത് കണ്ടപ്പോ ഇവന്മാര് ഈ ഇറച്ചിയെല്ലാം കൂടെ എടുത്തിട്ട് നേരെ കല്ലട ആറ്റിന്റെ പാലം ഉണ്ടല്ലോ, കല്ലട ആറ്റിന്റെ പാലത്തിൽ വന്ന് നിന്നിട്ട് ചാക്കീട്ടിലാക്കി ഈ പെണ്ണുണ്ടല്ലോ, മണ്ടോദരി, അവളും കാമുകന്മാരും കൂടി എടുത്ത് നേരെ ആറ്റിലോട്ടിട്ട്. ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞിട്ട് നേരത്തെ ഒന്നു ഞാൻ പറഞ്ഞു. ചിന്തരാകട്ടാ. ഞാനേ എന്റെ കണ്ണിന് കാണാൻ പറ്റണതും ചെവിക്ക് കേൾക്കാൻ പറ്റണതും മാത്രമേ വിശ്വസിക്കൂ. അല്ലാത്ത പരിപാടിക്ക് ഞാൻ ഇല്ല. കണ്ണോണ്ട് കണ്ടത് നീ കറക്റ്റാ. ഓ, ആ പെണ്ണിന്റെ ഒരു ധൈര്യം. ഞാൻ അന്ന് കുഴി മാന്തുന്ന അന്ന് നോട്ട് ചെയ്താടാ. നീ എന്താ പറഞ്ഞ്? ഞാൻ ആകെ മൊത്തം നാറുന്നോ? ഹലോ സാർ. ആ ചോദ്യം ചെയ്തോണ്ടിരിക്കുകയാണ് സാർ. 10 മിനിറ്റോട്ട് അറിയാം സാർ. സത്യം പറ, മണ്ടുവിന് എത്ര കാമുകന്മാര്? 2 കാമുകന്മാർ അല്ലേ? അവൻ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ ഒരുത്തൻ വായ പൊത്തിപ്പിടിച്ചു, മറ്റൊരുത്തൻ കഴുത്തിന് കയറി പിടിച്ചു. ഈ 2 പേരിൽ ഒരു കാമുകം തീയല്ലടാ. എടാ നീ അർദ്ധരാത്രി ചാക്കിനെ കെട്ടി ബോഡി പുഴയിലേക്ക് എറിയുന്നത് നീ കണ്ടു. അപ്പൊ നിനക്ക് രാത്രി എന്താണ് പണി? സത്യം പറയടാ. എന്താ ഈ പറ? ഒന്നും കണ്ടില്ലേ? തള്ളല്ലേ സാറേ, ഞാൻ നാട്ടുകാരുടെ ഇടയിൽ ഒരു ഗമ കിട്ടാൻ വേണ്ടിട്ട് അതുകൊണ്ടോ
സാർ അല്ല, അവര് മറവ് ചെയ്തു എന്ന് പറഞ്ഞ സ്ഥലത്ത് കുഴി ഞങ്ങൾ തോണ്ടി നോക്കി സാർ, അവിടെ ബോഡി ഇല്ല. ഇവരും മറവി ഏൽപ്പിച്ച 2 പേരെ അന്വേഷിച്ചു, പക്ഷെ അവരിന്ന് കിട്ടി സാർ. അവര് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, ഉടനെ അറിയാൻ കഴിയും സാർ. സാർ ആരാ സത്യശീലൻ? ഞാനാണ് സാർ. അറിഞ്ഞു, നിങ്ങളെ ഏൽപ്പിച്ച ആളെല്ലാം പറഞ്ഞു. അതങ്ങോട്ട് പറഞ്ഞാ പറയടാ. സാറേ, ശീതളൻ എന്ന് പറഞ്ഞ ഒരാള് എനിക്കറിയുന്നതാണ്. എനിക്ക് എല്ലാ സഹായങ്ങളൊക്കെ ചെയ്തു തരുന്ന ഒരാളാണ്. അപ്പൊ അങ്ങേരുടെ മകൾക്കൊരു അബദ്ധം പറ്റി. അങ്ങനെ പറഞ്ഞപ്പോ പ്യാരി എന്ന് പറയണ ബോഡി അവിടെ ഉണ്ട്, അപ്പൊ അതൊന്ന് സംസ്കരിച്ച് തരണം എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. നിങ്ങൾ സംസ്കരിച്ചു? സംസ്കരിച്ചില്ലേ സാറേ, ഞങ്ങൾ 2 പേരും കൂടെ അവിടെ പോയി. അവിടെ പോയി നോക്കുമ്പോ അവിടെ ബോഡി ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തിനാടോ നിങ്ങളെ ഏൽപ്പിച്ച ഈ ശീതൾ എന്ന് പറഞ്ഞ ആളുടെ വീട്ടിൽ നിങ്ങൾ ചെന്നിട്ട് ബോഡി കുഴിച്ചിട്ടു എന്ന് പറഞ്ഞത്? സാറേ, അങ്ങനെ ചെയ്തു, പക്ഷെ ബോഡി അവിടെ കണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഞങ്ങൾക്ക് അയാൾ തരാന്ന് പറഞ്ഞ 50,000 രൂപ കിട്ടില്ല. അപ്പൊ പൈസക്ക് ഞങ്ങൾക്ക് ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു സാറേ. അപ്പൊ ആ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങള് വെറുതെ കുഴിവെട്ടി മൂടി. അതെ, കളവ് പറഞ്ഞാണ്. എടാ, നിങ്ങൾ സത്യം തന്നെയാണോ പറയണത്? എനിക്ക് പണി ഉണ്ടാക്കരുത്. സത്യമാണ് സാറേ, അമ്മയാണ് സത്യം. അപ്പൊ പിന്നെ ബോഡി എവിടെ? ബോഡിയോട് പോയി സാറേ. ആ ബോഡി പിന്നെ എവിടെ പോയി? സാറേ, ഇനി അവിടെ പുലി ഇറങ്ങുന്ന സ്ഥലമാണ്. ഇനി പുലി എങ്ങാനും കടിച്ചെടുത്തോണ്ട് പോയോ എന്നുള്ള അറിഞ്ഞൂടാ. അതെ സാറേ, അവന് മെഡിക്കൽ കോളേജ് പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടാവും ചിലപ്പോ. അങ്ങനെയുണ്ടോ? അങ്ങനെ ആരെങ്കിലും എടുത്തോണ്ട് പോയിട്ടുണ്ടോ സാർ? എന്തായാലും കേസ് തെളിയട്ടെ. ഇവരെ തൽക്കാലം അകത്തിട്, കൊണ്ടുപോകും. സാറ് ചെല്ലു ചെല്ലു അത്. ഹലോ. ആ സാർ, അതല്ല സാർ, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല സാർ, ഈ രാത്രിയാണല്ലോ സംഭവിച്ചത്. വാതിലും ജനലൊക്കെ തുറന്നു കിടക്കുകയാണല്ലോ. അവിടെ പുലി ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. അതെ, അപ്പൊ ഈ പ്യാരിജാതന്റെ ബോഡി ചിലപ്പോ പുലി എങ്ങാനും കൊണ്ടുപോയിട്ടുണ്ടോ എന്നൊരു അന്വേഷണം നടത്താനുള്ള ശ്രമമാണ് സാർ. പിന്നെ അത് മാത്രമല്ല സാർ, ഈ സ്വകാര്യ മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഈ ബോഡികളൊക്കെ വിൽക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരെങ്ങാനും വന്ന് ബോഡി എടുത്ത് വിറ്റോ എന്നും ഒരു അന്വേഷണം നടക്കുന്നുണ്ട് സാർ. സാർ ഓക്കെ സാർ. നമ്മളെ പ്യാരിന്റെ തീർത്ഥാടനം ഉണ്ടല്ലോ. തീർത്ഥാടനം തിരോധാരണടാ. അല്ല, അത് നോക്കണ്ട. ഈ മന്മതെല്ലാം പറഞ്ഞു വെച്ചാ പച്ച കള്ളത്തരാ. മൂപ്പരെന്തെല്ലാം അങ്ങനെ കാമന്മാർ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്ന് പറഞ്ഞു. എന്തൊരു കള്ളത്തരായതല്ലോ. ഇല്ലാത്ത കെട്ടുകഥകൾ ശരിയില്ല. ഈ കെട്ട് ശരിയല്ല. മറ്റേ നിങ്ങൾ ആടക്കുത്തിന് ഇതെല്ലാം ബായും പൊടുന്ന് കേട്ടെന്ന് പറഞ്ഞെടുക്കല്ലേ. ഒരാളൊരു കഥ പറയുമ്പോ കേൾക്കണ്ടേ, അതിൽ വസ്തുതയുണ്ടോ നോക്കണ്ടേ? അതാ, വസ്തുത ഉണ്ടോ നോക്കണം. അതിനാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഉണ്ണിയേട്ടയില്ലേ, ഉണ്ണിയേട്ടീനെ കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ഇതെന്ന് ഉണ്ണിയാ? ആ, നായിരം എല്ലാം കടിച്ചോണ്ട് അത് പ്യാരിന്റെ എല്ലാം എന്നെല്ലാം പറയുന്ന എന്ത് കഥ? അതൊന്നല്ല, അതിൽ എത്രയോ മുന്നോട്ട് പോയിപ്പോ ഒരുപാട്. ഇതിപ്പോ എങ്ങനെ ഉണ്ടായി, ഏടെ പോയി, കൃത്യമായ മൂപ്പര് ഒരു രൂപരേഖ തയ്യാറാക്കുന്നുണ്ട്. അതല്ലേ നിങ്ങൾ അങ്ങോട്ട് കൂട്ടുമ്പോന്നല്ലേ. അല്ല, എന്തായി നമ്മൾ അന്വേഷണം? എന്തായി? എല്ലാം ക്ലിയർ ആയി. ഞാൻ പറഞ്ഞില്ലേ, ഇരിക്ക് ഒരു കണ്ണ് വരക്കാനുണ്ട്. കണ്ണാ? കറക്റ്റാ. അടേ സാധനം കാണട്ടെ, വരച്ച കാണട്ടെ. മായാവിയാ? രാഘവട്ടോട് ഞാൻ അന്ന് പറഞ്ഞ ഓർമ്മയുണ്ടാ? എന്ന് പറഞ്ഞേ കൊലപാതകം ഞാൻ അന്വേഷിക്കും പറഞ്ഞിട്ടുണ്ടാ? പറഞ്ഞിട്ടുണ്ട്. കൃത്യമായ തെളിവുകൾ. പോലീസുകാർക്ക് ഒരു പണിയില്ല. ഇത് അങ്ങോട്ട് കൊടുത്താ അവരെ തൂക്കിക്കോളും. രണ്ടെണ്ണത്തിനെയും. ഇതാ
പ്യാരിന്റെ കൊലപാതകം അതിന്റെ ചുരുളഴിയായിരുന്നു. ശ്രദ്ധിച്ചു കേൾക്കണം. കൊല നടന്ന അന്ന് രാത്രി കോരിച്ചൊരിയുന്ന മഴ. കൊന്നു കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞ് അവര് ചാക്ക് കെട്ടി ബോഡി, പ്യാരിന്റെ ബോഡി ചാക്ക് കെട്ടി. ചാക്ക് കെട്ടിയ ബോഡിയാണിത്. ഇത് മണ്ടു, ഇതോളാച്ച ശീതളൻ. ഇവർ ഈ ബോഡി എടുത്ത് മെല്ലെ കവലയിലേക്ക്, സ്ഥിരാറ്റ് NP ലോറി ചായ എടുക്കുന്ന സ്ഥലമില്ലേ കവല, ആടെ നിർത്തല്, എല്ലാ ലോറി ആടെ നിർത്തല്. അത് നമുക്ക് അറിയുന്ന കാര്യം. അത് വിരക്കണ്ട. പക്ഷെ ലോറി വിരക്കണല്ലോ. ഇതാ ലോറി ഡ്രൈവർ ഇതാ ചായക്കട, ഇതാ വീടിന്ന് ആംലേറ്റ്, ചൂട് ചായ. ഇവര് കുടിക്കുന്ന ടൈം നോക്കിയിട്ട് ഈ ബോഡി ഇവര് രണ്ടാളും മെല്ലെ പറകവശത്തേ പോയി ലോറിന്റെ മുകളിൽ കയറ്റി. ഇതാ കറക്റ്റാടാ, ഇതാ ലോറിന്റെ മുകളിൽ കയറ്റി. അല്ല ഇത് നാലാമത്തെ ആള് ഞാൻ. ഞാൻ വേണല്ലോ കാണുന്നത്. ഇപ്പൊ ഞാൻ വേണ്ടാണോ എന്റെ ചിത്രം വേണ്ട? ആ ഇത് കയറ്റി, ഇതാ വീടിന്ന് കയറ്റി. ഓന്റെ കയ്യിൽ ഒരു മൊബൈൽ ഉണ്ടായിരുന്നു, അതും അതിലേക്ക് ഇട്ടു മുകളിലേക്ക്. ഇതാ മൊബൈൽ സാധനം, ഇതാ മൊബൈൽ വരച്ചിട്ട. ഇത് കറക്റ്റ് ആയിട്ട് കിട്ടിയതാ. ബോഡി കൊണ്ടുവന്ന് ലോറി, NP ലോറി, ചായ കുടിക്കുന്ന രണ്ടാള് ഇതാ മുകളിൽ കയറ്റി. ഇത് കാണുന്ന ഞാൻ. ഇതാണ് കൃത്യമായ തെളിവ്. മനസ്സിലായിക്കോ? കറക്റ്റാ, 100% കറക്റ്റാ. എന്നിട്ട് ലോറി കയറ്റിട്ട് ലോറി ബോഡിയും കൊണ്ട് നേരെ തമിഴ്നാട്ടിലേക്ക് താമരശ്ശേരിയിലെത്തി. താമരശ്ശേരി വയനാട്ടിലല്ലേ? വയനാട്ടിലാണ്, കോഴിക്കോട്. നിങ്ങൾ എന്തെന്നാ? ശരി, മധുരശ്ശേരി. മധുരശ്ശേരി. മധുര കേട്ടിട്ടുണ്ടോ? മധുര കേട്ടിട്ടുണ്ട്. ഇതോടോ തമിഴ്നാട് റോഡ് വരച്ചിട്ട് അപ്പൊ ഇതുവഴി പോയത് അല്ലേ? ഇത് വഴി പോയി. ലോറിക്കാർ ഇറങ്ങിയിട്ട് അവരെ സാധനം ഇറക്കുമ്പോ ഒരു ബോഡി മൃതശരീരം. ബോഡി കണ്ടതും അവരെ ഡപ്പാങ്കുത്ത് ഡാൻസും. അല്ല, ഈ ഡപ്പാങ്കുത്ത് കളിക്കുമ്പോ ഏത് ബോഡി അഞ്ചിട്ട് വലിയ കളിച്ചു കൊടുക്കുന്നത്? എന്റെ മോണ്ടോ, അവർക്ക് ഏതെങ്കിലും ഒരു ബോഡി കിട്ടിയാൽ മതി, അപ്പം ഡാൻസ് കളിക്കണം. അതാണ് തമിഴ്നാട്. ഇവിടെ മാത്രം ഇവിടെ നടന്നുകൊണ്ട് കാര്യമില്ല. ഇടക്കാന്ന് അങ്ങോട്ടെല്ലാം പോയിട്ട് വാ. ഏതായാലും ഇത് നല്ല അന്വേഷണം. അപ്പൊ കറക്റ്റായി അവരെന്ത് ചെയ്തു? ഡാൻസ് കഴിഞ്ഞ് അവരെ കത്തിച്ചളിഞ്ഞു. അങ്ങനെയാണ് ആടെ കണി. ബോഡി കത്തിച്ച് ബോഡി അപ്പം കത്തിക്കും. പിന്നെ ആടെ കത്തിച്ച ബോഡി ഈടെ പെരുതിട്ട് എന്ത് കാര്യം? പറഞ്ഞില്ലേ നിങ്ങളോട്? ഉണ്ണിയായിട്ട് ഒരു കാര്യം തീരുമാനിച്ചാൽ കറക്റ്റ് മൂപ്പർ വരച്ചാണ്. എല്ലാം ഉണ്ടടാ. അങ്ങോട്ട് അന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? അന്ന് നീ ഒരു എല്ലിന്റെ കാര്യം ഇതെല്ലാം പറഞ്ഞ അത്ര വിശ്വാസമായിട്ട്. ഇപ്പം വിശ്വാസമായ? ഇതാരോട് പറഞ്ഞു? ഞാൻ പറഞ്ഞു നിങ്ങളോട് രണ്ടാളോട് മാത്രം. പിന്നെ അന്വേഷണം നടക്കലേന്ന്, അത് കൃത്യതയായി എത്തുന്നു. ആ സ്പോട്ടില് ഞാനത് അങ്ങോട്ട് കാണിക്കും, പിടിക്കും. മണ്ടൂരിനെ പിടിക്കും, ശീതളിനെ പിടിക്കും. സംശയമില്ല. അങ്ങനെ കൊല നടത്തിയിട്ട് വീടിനാര് രക്ഷപ്പെടണ്ട എന്റെ നാട്ടിന്ന്. ശരി, ഞാൻ പോയിട്ട് അടി. അല്ല, എനിക്ക് തിരക്കണ്ട. അല്ല നിങ്ങൾ ഞാനും നമ്മളങ്ങോട്ടല്ലേ? അല്ല, ഞനക്ക് ലേശം തിരക്കുണ്ട്. നീ രണ്ടാൾ സംസാരിച്ചിരിക്കേ, ഞാൻ വരും. രണ്ട് വർത്താനം പറഞ്ഞ് പോയിക്കൂടെ രാഘവട്ടാ? എന്തോന്ന് മറ്റേ വെക്കുമ്പോ പോന്നാ നിങ്ങൾക്ക് കാണാം. അല്ല, ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ. ഇതിപ്പോ മൊത്തത്തിൽ ഞാൻ കണ്ടുനോക്കുമ്പോ നിങ്ങൾ ഈ ദൃശ്യ സിനിമ എന്റെ പോലെ ഇങ്ങനെ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിപൂർവ്വം വരച്ച സംഭവമാണ്. വളരെ ആസൂത്രണമായിട്ടാണ് ഞാൻ ഓരോ സ്ഥലത്തും അന്വേഷിച്ച് ഓരോ സ്ഥലം കണ്ടുപിടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അല്ലാണ്ട് പെട്ടെന്ന് എന്നെ കൂടെ പറയിപ്പിക്കണ്ടായിരുന്നു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. കൃത്യതയുടെ എല്ലാം കൃത്യമാണ്. ഇത് അങ്ങോട്ടേക്ക് കൊടുക്കണം, മണ്ടൂനി ശീതളിനും പിടിച്ചു അങ്ങോട്ട് കൊണ്ടുപോകണം. ഒരു കൊല നടത്തി നമ്മളെ നാട്ടില് അങ്ങനെ രക്ഷപ്പെട്ട് പോണ്ട. നമസ്കാരം. ഫിഷ് TV ചൂടൻ വാർത്തയിലേക്ക് സ്വാഗതം. ഓമനപ്പുറത്ത് ചെത്തുതേപ്പ് തൊഴിലാളി പ്യാരിജാതനെ കാണാതായിട്ട് ഇന്നേക്ക് 10 ദിവസം. പോലീസിന് തുമ്പ് പോയിട്ട് അറ്റം പോലും കിട്ടാത്ത ഈ കേസിൽ ഞങ്ങൾ സദാ ജാഗരൂകരാണ്. പ്യാരിജാതന്റെ വീടിന്റെ മുമ്പിൽ നിന്ന് ഞങ്ങളുടെ പ്രതി മോഹനൻ ചേരുന്നു. മോഹനൻ, എന്താണ് ഇപ്പോഴത്തെ ചൂടൻ വാർത്ത? പ്രശാന്ത്, പ്യാരിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ന്യൂസാണ് ഫിഷ് ടിവിക്ക് മാത്രമായിട്ട് ലഭിച്ചിരിക്കുന്നത്. പ്യാരിയുടെ തിരോധാനം ഒരു കൊലപാതകമോ എന്ന രീതിയിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിലുള്ള സത്യങ്ങൾ നമുക്ക് മുമ്പിൽ വെളിപ്പെട്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് സമീപവാസിയായ ഒരു വ്യക്തി നമ്മളോട് ചില സത്യങ്ങൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ആ സത്യങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാം. പറയൂ, എന്താണ് പേര്? എന്റെ പേര് രാഘവൻ. രാഘവൻ. എന്താണ് പ്യാരിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് രാഘവേട്ടൻ ഇവിടെ കുറച്ച് സത്യങ്ങൾ വെളിപ്പെടുത്താണ്ടെന്ന് പറയുന്നു? എന്തായിരിക്കും അത്? ഞാനന്ന് സിനിമക്ക് പോയിരുന്നു. സെക്കൻഡ് ഷോ സിനിമയാണ്. അത് കണ്ട് നല്ല ഇരുട്ടായിരുന്നു ഒന്നും. അപ്പൊ അത് കണ്ടിട്ട് ഞാനിങ്ങനെ വരികയായിരുന്നു. എനിക്ക് എന്റെ ടോർച്ചൊന്നുമില്ല. അപ്പോ
നല്ല ഇരുട്ട്, വഴി ശരിക്കും കണ്ണ് കാണുന്നില്ല. അതങ്ങനെ നടന്നു വരുമ്പോ സിനിമാ തിയേറ്ററിന്റെ കുറെ ഇപ്പുറത്തെ ഒരു മുക്കുണ്ട്. ആ മുക്കില് ഒരു തട്ടുകടയുണ്ട്. ആ തട്ടുകടയില് ഒരു പാണ്ടി ലോറി നിന്നിട്ട് അതിന് കുറെ ആളുണ്ട്. കുറെ അതിൽ കയറിയ ആളും മറ്റേ ഡ്രൈവറും ക്ലീനറെല്ലാം ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബ്രെഡും ഓംലെറ്റും അല്ല. എന്ത് എന്നാ നിങ്ങൾ പറയണോ? ഞാൻ കാര്യം പറയുമ്പോ നിങ്ങൾ അതിന്റെ അടക്കം ഇടപെട്ടിട്ട് എന്ത് നിങ്ങൾ തള്ളുന്നേ? എന്നാ നിങ്ങൾ പറയാന് ചേട്ടാ ഒരു മിനിറ്റ്, ഞാനിതൊന്നും എടുത്തോളാം. ഞാൻ പറയാം, നിങ്ങളിലേക്ക് വരാം. എന്ത് ഒരു പറയാൻ വേണ്ടേ? പറയാം ഞാൻ ചോദിക്കാം. ഓക്കെ, രാഘവേട്ടാ പറയൂ, എന്താണ്? അങ്ങനെ ആ ലോറിന്റെ അടുത്ത് ഞാൻ കുറെ ദൂരം അതിന്റെ മറവിലൂടെ അങ്ങ് പോയി. എന്റെ വഴിയിൽ അങ്ങ് നടന്ന് കുറെ അങ്ങെത്തുമ്പോ ഇരുട്ടിലൂടെ രണ്ടാള് ഇങ്ങനെ ചെറിയ ഇങ്ങനെ കാണുന്നില്ലോ, താങ്ങി പിടിച്ചെന്തോ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഞാൻ അതിങ്ങനെ ഇരുട്ടിന്റെ അതിലിങ്ങനെ അവരിങ്ങനെ വലിച്ചു കൊണ്ടുവരുമ്പോ ഞാൻ ഇങ്ങോട്ട് മാറി എന്താ കൊണ്ടുവരുന്ന നോക്കാം. അപ്പൊ ആ ലോറിന്റെ അടുത്ത് അവര് വന്നിട്ട് ആ ലോറിന്റെ ബാക്ക് വീശി ഒരു കയറാന്ന് ലോറിയിൽ. അപ്പൊ അത് വീഴുന്ന വലിയ ഒച്ചയിൽ വീണു. ഞാൻ ആ ലോറിന്റെ മറവില് ഇരുട്ടിൽ കുറച്ചു നേരം മറിഞ്ഞു. എന്നിട്ട് അവര് കൂളായിട്ടങ്ങ് നടന്നുപോയി. ഞാൻ മെല്ലെ ലോറിന്റെ ടയറിന്റെ മുകളിൽ ചവിട്ടിയിട്ട് എത്തി നോക്കുമ്പോൾ പാരിജാതന്റെ ബോഡി അത് കണ്ടപ്പോ എനിക്ക് ആ കണ്ണിരിട്ട് ആകെ ഇരുട്ട് കയറി പോയി കണ്ണില്. അപ്പൊ ഞാൻ മെല്ലെ നടന്ന് ഇങ്ങനെ വന്നു. അപ്പൊ ആ ലോറി ഡ്രൈവർ അതിൽ കയറി വേഗം ഉടനെ ലോറി ഓടിച്ചു പോയി. അത് ഇവിടെ തമിഴ്നാട്ടിലെ എന്താ സ്ഥലത്തിന്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ആടെ കൊണ്ടുപോയിട്ട് പൊതു ശ്മശാനത്തിൽ അവര് ലോറിയിൽ നിന്ന് സാധനം ഇറക്കുമ്പോ ഈ ബോഡി കണ്ടു. ആ ബോഡി അവരെ വേഗം കൊണ്ടുപോയിട്ട് പൊതു ശ്മശാനത്തിൽ ദഹിപ്പിച്ചു. ചില വ്യക്തികൾ ചേർന്ന് ഇരുട്ടിൽ പ്യാരിജാതനെ കൊലപ്പെടുത്തി ലോറിയിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് കണ്ടു എന്ന് രാഘവേട്ടൻ പറയുന്നു. ഈ പറയപ്പെട്ട വ്യക്തികളിൽ ആരെങ്കിലും രാഘവേട്ടന് നേരിൽ പരിചയമുള്ള വ്യക്തികൾ? അറിയാം, ശീതളിനും മോള് മണ്ടോദരിയാണ്. പ്രശാന്ത്, പ്യാരിജാതന്റെ ഭാര്യ മണ്ടോദരിയും ഭാര്യ പിതാവും ശീതളനും കൂടി ചേർന്ന് അതിക്രൂരമായി പ്യാരിജാതനെ കൊലപ്പെടുത്തി തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വണ്ടിയിലേക്ക് ഡംപ് ചെയ്തു എന്നാണ് സമീപവാസിയായ രാഘവേട്ടൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ. കൂടുതൽ വിവരങ്ങളുമായി തിരിച്ചു വരാം. പ്രശാന്ത്, എന്തിനാ ഇങ്ങനെ ഉന്തിക്കൊണ്ടിരിക്കുന്ന? ഞാൻ ഒരു കാര്യം പറയാൻ പറ്റുമോ നിങ്ങള്? ഞാനൊരു കാര്യം അറിയുന്ന കാര്യം പറയണ്ടേ? എന്താ നോക്കിയതാ? എന്താ നോക്കിയത്? എന്നിട്ട് കാണാനില്ലേ? ആ ക്യാമറ ഇല്ലെന്നോടാ ഞാൻ പൊളിച്ചതൊരിയങ്ങ് ഞാൻ പറയട്ടെ. മിണ്ടാടുക്കാട്. ഹലോ സർ, അന്വേഷണം നടക്കുന്നുണ്ട് സർ. അല്ല, അന്നേ ദിവസം കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോയിട്ടുള്ളതും തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ വന്നിട്ടുള്ളതായ എല്ലാ ലോറിയുടെ ഡ്രൈവർമാരും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർ. അത് മാത്രമല്ല, തമിഴ്നാട്ടില് ഈ ബോഡി എത്തിയിട്ടുണ്ടോ, ബോഡി എവിടെയെങ്കിലും സംസ്കരിച്ചിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് സർ. ഇല്ല സർ, എത്രയും പെട്ടെന്ന് പ്യാരിജാതന്റെ ബോഡി നമ്മൾ കണ്ടെത്തും സർ. സർ സർ